ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സുബ്ഹാന കുന്തു ഇൻദ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായിരുന്നു ഞാൻ. വഗുലാമുഹു യസ്ലഹു ഷാത, അവിടുന്ന് ഒരു ആടിനെ അറുക്കുന്നുണ്ട്. ഫഖാല യാ ഗുലാം ഇദാ ഫറഗത ഫബ്ദ ബിജാരിൻ യഹൂദി. എങ്ങനെയുണ്ട് അവിടുന്ന് പറയാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലായിരുന്നു ഞാൻ. അവിടുത്തെ മകൻ അവിടെ ആടിനെ അറുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് പറഞ്ഞു, യാ ഗുലാം, മോനെ, ഇദാ ഫറഗത ഫബ്ദ ബിജാരിൻ യഹൂദിയിൻ, നിങ്ങളെങ്ങാനും ഇത് അറുത്ത് കഴിഞ്ഞ് മുറിച്ചു കഴിഞ്ഞാല് നമ്മുടെ യഹൂദിയായ അയൽവാസി ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കണം കേട്ടോ ആദ്യം. വഖാല റജുലുൻ മിനൽ ഖൗമി, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ആ സഭയിലുള്ള ഒരാൾ പറയുന്നു, അലി യഹൂദിയൻ യബ്ന ഉമറ യാ അബ്ദുല്ലാഹ്, ബാപ്പയാണ് സ്വന്തം മകൻ ആടിനറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആടിനറുത്ത് തൊലികിഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മോനെ അറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള യഹൂദിയുടെ വീട്ടിൽ കൊടുക്കണം കേട്ടോ എന്ന് മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാനങ്ങ് പറഞ്ഞപ്പോ ഉടൻ കൂട്ടത്തിൽ നിന്നൊരാൾ ചോദിക്കുന്നു, അലി യഹൂദിയൻ യബ്ന ഉമറ, ഓ അബ്ദുല്ലാഹ്, ഒരു ജൂതന് കൊടുക്കണമെന്നാണോ പറയുന്നത്? അസ്ലഹക്കല്ലാഹ്, വല്ലാത്തൊരു കഷ്ടമാണ്, അള്ളാഹു നിങ്ങളെ നന്നാക്കട്ടെ. എന്താണ് നിങ്ങൾ പറയുന്നത്? ഒരു ജൂതന് കൊടുക്കണമെന്നോ? ആ സമയത്ത് ഫഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി സമിഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാർ ഹത്താ ദനന്തു അന്നഹു സയുവജ്ജിസുഹു. എന്റെ പുന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയപ്പെട്ട നേതാവ് പറയുന്നത് ഞാൻ എന്റെ ചെവിട് കൊണ്ട് കേട്ടു. എന്താ കേട്ടത്? മാസാര ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നു, യൂസീനി ബിൽ ജാർ, അയൽവാസിയെ കൊണ്ട് അതാ എന്നോട് വസിയത്ത് ചെയ്യുന്നു. എന്തൊരു പറച്ചിലാണ്, എന്തൊരു മഹത്വമാണ്, എന്തൊരു വിശദീകരണമാണ്, എന്തൊരു വ്യാഖ്യാനമാണ് നൽകുന്നത്. അവസാനം ഞാൻ വിചാരിച്ചു, അയൽവാസിക്ക് അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ, അനന്തരം എടുക്കാൻ മാത്രം അയൽവാസിയാകുമോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി എന്ന് റസൂലുള്ളാഹ് പറയുന്നത് ഞാൻ കേട്ടു. മോനെ, അത് മുസ്ലിമാവട്ടെ ജൂതനാവട്ടെ ആരോ ആണെങ്കിലും അവരെ പരിഗണിക്കണം കേട്ടോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വിവരിക്കുന്നുവെങ്കിൽ, അയൽവാസികൾ ആരാണെങ്കിലും ശരി, ഏതൊരു അമുസ്ലിമാണെങ്കിലും ശരി, ആദരവ് കാണിക്കണം, ബഹുമാനം കാണിക്കണം, സ്നേഹം കാണിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങൾ അയൽവാസികളെ കുറിച്ച് 3 തരമായി പഠിപ്പിക്കും. അയൽപ്പക്കത്തുള്ളവരുടെ നാം പറഞ്ഞു 40 വീടുകൾ തമ്മിൽ അയൽവാസികളാണ്. എന്നാൽ ആ അയൽവാസികൾ തന്റെ സ്ഥാനത്തിന്റെ വിഷയത്തിൽ 3 രൂപത്തിലാണ് റസൂലുള്ളാഹി പറയുന്നു. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രസംഗം നിർത്താം. 3 തരത്തിലാണ് അയൽവാസികൾ തമ്മിൽ. എങ്ങനെയാണത്? അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജീറാനു സലാസ. അയൽവാസികൾ 3 തരത്തിലാണ്. ജാറുൻ ലഹു ഹഖ്ഖുൻ, ഒരു അവകാശം, ഒരു ഹഖ്ഖുള്ള അയൽവാസി. ആരാണത്? വഹുവ ജാറുൻ കാഫിർ, കാഫിറായ അയൽവാസിയാണ്. അമുസ്ലിമായിരിക്കുന്ന ഒരു അയൽവാസിക്ക് ഒരു ഹക്കുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ ഒരു കാഫിറായ മനുഷ്യനാണ്, ഒരു അമുസ്ലിമായ മനുഷ്യനാണ്. ആ മനുഷ്യനും ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു ഹക്കുണ്ട്. വജാറുൻ ഹഖാനി, 2 ഹക്കുള്ള അയൽവാസിയുണ്ട്. ആരാണത്? വഹുവ ജാറുൽ മുസ്ലിം, അയൽവാസിയുമാണ്, മുസ്ലിമുമാണ്. അവരോട് 2 കടപ്പാടുണ്ട്. വജാറുൻ ലഹു സലാസത്തു ഹുഖൂഖ്, 3 കടപ്പാടുള്ള അയൽവാസികളുണ്ട്. ആരാണത്? വഹുവ ജാറുൻ ഹഖ്ഖുൻ വഹുവ ജാറുൻ ദൂ റഹിമിൻ, അയൽവാസിയാണ് ജാറുൽ മുസ്ലിമുൻ, മുസ്ലിമുമാണ് അയൽവാസി, മുസ്ലിം ദൂ റഹിമിൻ, കുടുംബക്കാരനുമാണ്. അപ്പൊ നമ്മുടെ അയൽപ്പക്കത്തുള്ള വീട് നമ്മുടെ ബന്ധുത്തിൽപ്പെട്ടവരാണ്. ഐ ഖരീബൻ ഔ ബഈദ, അടുത്ത കുടുംബമാവട്ടെ വിട്ട കുടുംബമാവട്ടെ.
ഉമ്മമാര് ശ്രദ്ധിച്ചോളി. നമ്മുടെ ഒരു അയൽവാസി ഒരു ചെറിയ ബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്, മുസ്ലിമുമാണ്. അപ്പൊ 3 ബന്ധമായി. ഒന്ന് നമ്മുടെ അയൽവാസി, മറ്റൊന്ന് മുസ്ലിം, മൂന്നാമത്തെ കടപ്പാട് നമ്മുടെ കുടുംബം എന്ന നിലക്ക്. 3 തരത്തിൽ അവർ ആദരിക്കണം. റവാഹു തുബ്രാനി, ഇമാം തുബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്നതൊക്കെ പറയുമ്പോ ഒരു ഏറ്റവും വലിയ ശത്രുവാണോ? സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ പഠിപ്പിക്കുന്ന കാണാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിഥീങ്ങൾ പഠിപ്പിക്കുന്ന രംഗം കാണാം. വസ്മുൽ ജാരി യശ്മലുൽ മുസ്ലിമാ വൽ കാഫിറ വൽ ആബിദ വൽ ഫാസിഖ വസ്സദീഖ വൽ അദുവ വൽ ഗരീബ വൽ ബലദിയ വൽ നാഫിഅ വൽ ളാറ വൽ ഖരീബ് വൽ അജ്നബിയ വൽ അഖറബ വൽ അബ്അദ. കണ്ടോ, എല്ലാം വിവരിക്കുന്നുണ്ട്. ജാര് അയൽവാസി എന്ന് പറഞ്ഞാൽ, അയൽവാസി എന്ന് പറഞ്ഞാൽ യശ്മലുൽ മുസ്ലിം, മുസ്ലിം പെടുന്നതാണ്. അയൽപ്പക്കത്തുള്ളത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പെടും. മാത്രമല്ല വൽ കാഫിർ, അമുസ്ലിമീങ്ങൾ പെടും. വൽ ആബിദ്, ആബിദീങ്ങൾ പെടും. ഫാസിഖ് പെടും. അതുപോലെ കൂട്ടുകാർ പെടും, ശത്രുക്കൾ പെടും. ഗരീബ് പെടും, നാട്ടുകാർ, വിദേശികൾ, ഉപകാരം ചെയ്യുന്നവർ, ഉപദ്രവം ചെയ്യുന്നവർ എന്ന് വേണ്ട അന്യ ആളുകൾ, അടുത്ത ആളുകൾ, വിട്ട ആളുകൾ എല്ലാവരും പെടും. കണ്ടോ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, അയൽവാസികൾ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട വിശാലമായ ഭാഗമാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹൈന്ദവര്, ക്രൈസ്തവര്, ബുദ്ധമതക്കാര്, ചൈനമതക്കാര്, എല്ലാ മതക്കാരും പെടും. അതുപോലെ തന്നെ ശത്രുക്കളും, ഉപകാരം ചെയ്യുന്നവരും ഉപദ്രവം ചെയ്യുന്നവരും, അടുത്ത ബന്ധക്കാരും, അജ്നബിയാക്കളും, അഖറബീങ്ങളും, അബ്അദീങ്ങളും എല്ലാവരും പെടും. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, വൽ മുബ്തദിആന്ന് മഹാന്മാര് പറഞ്ഞില്ല. ഇത്രമാത്രം വിശാലമായി പറഞ്ഞ കൂട്ടത്തിൽ വൽ അദുവ, ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ഒരു മതത്തിൽപ്പെട്ട ഒരു വിഭാഗം നമ്മുടെ കഠിന ശത്രുക്കളാണെന്ന് വാദിക്കുന്നുവെങ്കിൽ അവർ പോലും നമ്മുടെ അയൽവാസികളാണോ? അവരാദരിക്കണം, അവരെ ബഹുമാനിക്കണം. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിത മഹത്തുക്കൾ ഒരു മുബ്തദിഅനെ എണ്ണുന്നില്ല. അയൽവാസി മുബ്തദിഅാണോ? പിടഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിലും മുസ്ലിമീങ്ങളെ തുള്ളി വെള്ളം കൊടുക്കരുത്. അയൽപ്പക്കത്തുള്ളവൻ ഒരു ബിദ്അത്തുകാരനാണ് എങ്കിൽ അസ്ഹാബുൽ ബിദ്അഇ കിലാബുൻ നാർ, ബിദ്അത്തുകാരൻ നരകത്തിലെ പട്ടിയാണ്. അസ്ഹാബുൽ ബിദ്അഇ മത്റൂദത്തുൻ അൻ ഹൗദി, ബിദ്അത്തുകാരന് എന്റെ കൈകൊണ്ട് വെള്ളമില്ല. ബിദ്അത്തുകാരന് എന്റെ കൈകൊണ്ട് ഞാനൊരു തുള്ളി വെള്ളം കൊടുക്കുകയില്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എങ്കിൽ ബിദ്അത്ത് എന്ന ഭീകരത, ബിദ്അത്ത് എന്ന ഭീകരത, ഈ വിഷയത്തിൽ 2 മണിക്കൂർ ഞാൻ തന്നെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ആ CD ഒന്ന് കേൾക്കുന്ന നല്ലതാണ്. വീട്ടിൽ നമ്മുടെ മക്കളൊക്കെ ഒന്ന് കേൾപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കേൾപ്പിക്കുന്ന നല്ലതാണ്. ബിദ്അത്ത് എന്ന ഭീകരത ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ നമ്മുടെ അയൽവാസി ഒരു മുബ്തദിഅാണോ? റസൂലുള്ള സാധാരണ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ബിദ്അത്തുകാരൻ, നബിത്തങ്ങളുടെ ഉമ്മയും ബാപ്പയും നരകത്തിലാണെന്ന് പറയുന്ന, റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ തച്ച് തരിപ്രമാക്കണമെന്ന് പറയുന്ന, അഷ്റഫുൽ ഖൽഖ് തങ്ങളെ മദീനത്തെ പള്ളിക്ക് പുറത്താക്കി പള്ളി വൃത്തിയാക്കണമെന്ന് പറയുന്ന, റസൂലുള്ളാഹിന്റെ ജാറം കള്ളജാറമാണെന്ന് പറയുന്ന, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മുബ്തദിഅാണെന്ന് പറയുന്ന, ബിദ്അത്ത് ദലാലത്തിന്റെ പിഴച്ചവനാണെന്ന് പറയുന്ന ആ ബിദ്അത്തുകാരൻ അവനൊരു തുള്ളി വെള്ളം കൊടുക്കരുത്. പിടഞ്ഞ് അവനങ്ങ് ജീവൻ പോവട്ടെ, എന്നാലും കൊടുത്തു പോകരുത് എന്നാണ് പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ആ ബിദ്അത്തുകാരനല്ലാത്ത ഏത് മതവിശ്വാസിയാണെങ്കിലും അവരോട് ആദരവ് കാണിക്കണം. ബിദ്അത്തുകാരൻ ഇസ്ലാമിന്റെ കഠിന ശത്രുവാൻ, അവനെ അകറ്റി നിർത്തുക, അവനൊരു തുള്ളി വെള്ളം കൊടുക്കാൻ നിൽക്കണ്ട എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പ്രസംഗം നടത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ അസ്ഹാബ് ഖൈറുൽ ജീറാനി ഇൻദല്ലാഹ് ഖൈറുഹും ബിജാരിഹി. ഏതാണ് ഏറ്റവും നല്ല അയൽവാസി? അയൽവാസികളോട് ഖൈറുഹും ബിജിറാനിഹി, അയൽവാസികൾക്ക് ഖൈർ ചെയ്യുന്നവരാണ്. ഞാൻ ഏറ്റവും